അപ്പം കാണിക്കട്ടെ സ്പെഷ്യൽ എന്തൊക്കെയാണ് വേണ്ടേ. ഫ്രൂട്ട്സ്, പഴംപൊരി, ജ്യൂസ്. എനിക്ക് മാത്രം ഓറഞ്ച് ജ്യൂസ് കേട്ടോ, സ്വീറ്റ് മെല്ലിന്. ഇത് അപ്പുറത്തെ ചേച്ചി വീണ്ടും പായസം കൊണ്ട് തന്നെ ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു കരുതുന്നു. അൽഹംദുലില്ലാ ഞങ്ങൾക്ക് സുഖമാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ വന്നിട്ടുള്ള പിന്നെ ഇത് നോമ്പാണ് കേട്ടോ, ഇന്ന് റജബിൻ്റെ നോമ്പാണ്. അപ്പോൾ നോമ്പ് തുറയുടെ കുഞ്ഞൊരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഒരുപാട് പേര് പറഞ്ഞു നാട്ടിലെ വിശേഷങ്ങളൊക്കെ കാണിച്ച് വീഡിയോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ. നാട്ടിൽ വന്നാലുണ്ടല്ലോ ഒന്നിനും സമയമില്ല. ഷെഫിയുടെ സർജറിയും കാര്യങ്ങളൊക്കെ ആയിട്ട് അവർ ബിസി ആയിരുന്നു കേട്ടോ. അപ്പം കുറേ പേര് ചോദിച്ചു സാർ എന്ത് പറ്റിയാണെന്നൊക്കെ. അതൊക്കെ ഞാൻ വീഡിയോയിൽ ഇൻഷാല്ലാ എല്ലായിടത്തും എഡിറ്റാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പറയുന്നത് നല്ലത് നിങ്ങൾ നേരിട്ട് കാണുന്നതല്ലേ, അപ്പം അതുകൊണ്ടാണ് പറയാഞ്ഞത് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്താ വീഡിയോ എടുക്കുന്നത്, ഡേ ഇൻ മൈ ലൈഫൊക്കെ അല്ലേ ഉള്ളു നാട്ടിൽ വന്നാലും. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്തായാലും നോമ്പല്ലേ, നോമ്പിൻ്റെ വിശേഷങ്ങൾ കാണിക്കാമെന്ന് കരുതി. അപ്പോൾ ഇന്ന് ബീഫ് കറിയും പത്തിരിയാണ്. അപ്പം ഞാൻ കിച്ചണിലാണ്, ഞാനാണ് ബീഫ് കറി വെക്കുന്നത് കേട്ടോ. അപ്പം ഉമ്മ പറഞ്ഞ് നമ്മുടെയൊക്കെ ഭയങ്കരമായിട്ടും കുക്കിംഗ് ചെയ്യുന്നതൊക്കെ കണ്ടല്ലോ, എന്താ ഇവിടെ വന്നിട്ട് കിച്ചണിൽ കയറുന്നത്. സ്വന്തം വീട്ടിൽ വന്നാണ്ടല്ലോ കിച്ചണിൽ കയറുന്നത് എനിക്ക് ഇഷ്ടമേ അല്ല. എനിക്ക് ഇങ്ങനെ ഉമ്മ ഫുഡ് ഉണ്ടാക്കി തരണം, കഴിക്കണം, ആ ഒരു മെൻറ്റാലിറ്റിയാണ്. വീട്ടിൽ വന്നാൽ ഭയങ്കര ക്ഷീണം കേട്ടോ. അപ്പോൾ ഇന്ന് എന്തായാലും ഞാനാണ് കിച്ചണിൽ കയറുന്നത്, കറി വെക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വിശേഷങ്ങൾ കണ്ടാലോ, വാ. അങ്ങനെ ബീഫ് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുക്കറൊക്കെ സെറ്റാക്കി വെക്കുകയാണ് കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ വീട്ടിൽ വന്നാൽ ഭയങ്കര മടിയാണ്, എനിക്കൊന്നും ചെയ്യുന്നത് ഇഷ്ടമല്ല കേട്ടോ. എനിക്ക് ഇങ്ങനെ റെസ്റ്റ് എടുക്കണം, ഉമ്മ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കണം. അപ്പോൾ ഇന്ന് ഞാനാണെങ്കിൽ അവിടെ ബീഫ് കറിയും ബിരിയാണിയും ഒക്കെ ഉണ്ടാക്കുന്ന ഉമ്മ എൻ്റെ വീഡിയോസ് കാണും കേട്ടോ. അപ്പോൾ എന്നോട് പറഞ്ഞ് ഇന്ന് കറി ആദ്യം പറഞ്ഞത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാമെന്നായിരുന്നു കേട്ടോ. അപ്പോൾ ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നോമ്പ് കുറിച്ചിട്ട് എങ്ങനെയാണ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കയറിയിട്ടാണെങ്കിൽ ഞാൻ പറഞ്ഞു ബീഫ് കറി ആക്കാൻ കേട്ടോ. ഞാൻ പറഞ്ഞു ഉമ്മ റെസ്റ്റ് എടുത്തോ, കാരണം ഉമ്മക്ക് ബാക്ക് പെയിൻ ആണേ, നടുവിനാണെങ്കിൽ ബെൽറ്റ് ഇട്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു എന്നാൽ ഞാൻ ബീഫ് കറി ഉണ്ടാക്കുന്നത്. അങ്ങനെ ഞാൻ ബീഫ് കറിയും ഫാത്തിമ ഇന്ന് പത്തിരിയാണ് ഒറോട്ടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. ഇങ്ങോട്ടൊക്കെ ഒറോട്ടി എന്നാണേ പറയുന്നത്. അപ്പം കറിയെല്ലാം ഞങ്ങൾ മസാലയെല്ലാം സെറ്റാക്കി അങ്ങനെ കുക്കറിലോട്ട് കറക്റ്റ് ചെയ്യാൻ പോയപ്പം ഷെഫി വന്നു കേട്ടോ. അപ്പോൾ ഷെഫിയോട് പറഞ്ഞു, ഷെഫി നിങ്ങൾക്ക് എന്തായാലും നോമ്പില്ലല്ലോ, ഷെഫി റെസ്റ്റിലാണ്, സർജറി കഴിഞ്ഞാൽ റെസ്റ്റിലാണ്. അപ്പോൾ ഞാൻ ഷെഫിയോട് തന്നെ പറഞ്ഞു കറിക്ക് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ഷെഫിയെ കൊണ്ട് നോക്കിക്കോ കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ഷെഫി പറഞ്ഞു എല്ലാം ഉപ്പെല്ലാം ഉണ്ട്, കറക്റ്റാണെന്ന് പറഞ്ഞ്. അങ്ങനെ അതെല്ലാം കറക്റ്റ് ചെയ്തിട്ട് ഞാൻ അടച്ചു വെച്ചിട്ട് പിന്നെ അപ്പോഴത്തേനും അസർ ബാങ്ക് വിളിച്ചു കേട്ടോ. അങ്ങനെ അപ്പോൾ അസർ നമസ്കരിക്കാൻ പോകണം. വാപ്പ രാവിലെ ഓട്ടോയിലാണേ, ഓട്ടം പുതിയാകാവെന്ന് പറയും കേട്ടോ. അവിടെയാണ് വാപ്പ ഓട്ടോ വണ്ടിയിൽ പോകുന്നത്. വാപ്പ ഒരു 6 മണിയാകുമ്പോഴത്തേന് വരും കേട്ടോ. അപ്പോഴത്തേന് ഞങ്ങൾ മൂന്ന് പേർക്കേ ഉള്ളൂ നോമ്പ്. ഞാൻ പറഞ്ഞല്ലോ ഫാത്തിമ പ്രഗ്നൻ്റ് ആണെന്ന്. അങ്ങനെ ഞാൻ ആ നേരം കൊണ്ട് ബീഫ് കറി എല്ലാം ഉണ്ടാക്കി അതിനുശേഷം ജ്യൂസ് എല്ലാം അടിക്കുന്നത് ഞാനാണ് കേട്ടോ. അപ്പോൾ ജ്യൂസ് അടിക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഉമ്മാണെങ്കിൽ അപ്പുറത്ത് ചേച്ചിയാണെങ്കിൽ വീണ്ടും പായസം കൊടുത്തു വിട്ടിട്ടോ. മറ്റേ ശർക്കര പായസം എന്ന് പറയത്തില്ലേ, പാച്ചൂറ് ടൈപ്പ്, അത് ഉമ്മ വാങ്ങാൻ പോയി. അങ്ങനെ ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷം ഫുള്ള് പായസമാണ് കേട്ടോ. എല്ലാ ദിവസവും പായസം കുടിച്ച് സത്യം വേണ്ടല്ലോ. എൻ്റെ വെയിറ്റ് ആണെങ്കിൽ നന്നായിട്ട് എനിക്ക് വെയിറ്റ് കയറി കേട്ടോ. ഞാൻ ഷുഗർ കട്ടിങ് ആയിരുന്നു, മധുരം അങ്ങനെ എടുക്കത്തില്ല. പക്ഷെ പായസം കണ്ടാലുണ്ടല്ലോ എൻ്റെ കൺട്രോൾ പോകാണ്ടാണെങ്കിൽ പായസം നല്ല കുടിച്ച് ഇപ്പോൾ നല്ല വണ്ണമുണ്ട്. ഇപ്പോൾ ജിമ്മിനൊന്നും പോകുന്നില്ലല്ലോ, ഇപ്പം 20 ദിവസമല്ലേ ഉള്ളൂ. അപ്പോൾ ഫുള്ള് ഫുഡടിച്ച് ഞാനാണെങ്കിൽ വെയിറ്റ് നോക്കിയപ്പോൾ ഉണ്ടല്ലോ എൻ്റെ അമ്മോ എനിക്ക് നല്ല വെയിറ്റ് ഉണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കര സങ്കടമായി. അത് ശരി പറയാം, 20 ദിവസമല്ലേ ഉള്ളൂ ഉമ്മാൻ്റെ ഫുഡെല്ലാം കഴിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ വയറ് നിറച്ചെല്ലാം കഴിച്ചോളാം, എന്നിട്ട് പിന്നെ ബാക്ക് ടു നോർമലായാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ എനിക്കാണെങ്കിൽ ഞാൻ ജ്യൂസ് ഓറഞ്ചാണ് എടുക്കുന്നത്. ഞാൻ എപ്പോഴും ഓറഞ്ച് ജ്യൂസ് കുടിക്കത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഉമ്മാക്കാണെങ്കിൽ പച്ചമുന്തിരിങ്ങ ഉണ്ടായിരുന്നു. അപ്പം ഉമ്മാക്ക് പച്ചമുന്തിരിങ്ങ ജ്യൂസ് മതിയെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ ഇതാണെങ്കിൽ പിന്നെ തണ്ണിമത്തങ്ങയാണ് കേട്ടോ. മഞ്ഞ കളറിലുള്ള തണ്ണിമത്തങ്ങയൊന്നും അവിടെ ഒന്നും ഇല്ല കേട്ടോ, ഇവിടെയൊക്കെയാണ് മഞ്ഞ കളറിലുള്ള തണ്ണിമത്തങ്ങ. അങ്ങനെ അതെല്ലാം കട്ട് ചെയ്ത് വെച്ച് ആ നേരം കണ്ട് ഫാത്തിമ പത്തിരിയെല്ലാം കറക്റ്റ് ചെയ്യുക കേട്ടോ. എന്നിട്ടാണെങ്കിൽ ഞാൻ ആ പത്തിരിയെല്ലാം ചുട്ട് അപ്പോഴത്തേനാണെങ്കിൽ അബ്ദുള്ളയ്ക്കാണെങ്കിൽ പഴംപൊരി വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ഉമ്മാണെ പഴംപൊരി ഞാൻ പൊരിക്കാന്ന് പറയുമ്പോൾ ഉമ്മാനെ വേണ്ട ഞാൻ പൊരിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഉമ്മ നന്നായിട്ട് പഴം പൊരിക്കും കേട്ടോ.
എന്റെ പൊന്നാടി അടിച്ചാ എന്റെ കുഞ്ഞിനെ അടിച്ചാ പോട്ടെ. ഞാൻ ഇതിന്റെ മേലാലി ഒന്നും മേടിച്ചു തരത്തില്ല എന്റെ കുഞ്ഞിനെ. ഞങ്ങളങ്ങനെ ബാങ്കിന് വെയിറ്റ് ചെയ്യാൻ കേട്ടോ, എല്ലാം റെഡിയാക്കി വെച്ച്. പാപ്പ ഇപ്പോൾ വന്നതേ ഉള്ളൂ. പാപ്പ നിസ്കരിക്കാൻ വേണ്ടി പോയി. ഉമ്മാക്ക് ഇച്ചിരി ചായ ഇച്ചിരി കൂടെ സ്ട്രോങ്ങിൽ വേണം കേട്ടോ. ഞാനിരുന്ന ചായ സ്ട്രോങ് കുറവാണെന്ന് പറഞ്ഞ് രണ്ടാമത് ചായ ഇടാൻ പോയതാ. അപ്പം കാണിക്കട്ടെ സ്പെഷ്യൽ എന്തൊക്കെയാണ് വേണ്ടേ. ഫ്രൂട്ട്സ്, പഴംപൊരി, ജ്യൂസ്. എനിക്ക് മാത്രം ഓറഞ്ച് ജ്യൂസ് കേട്ടോ. ഇത് സ്വീറ്റ് മെല്ലിന്. ഇത് അപ്പുറത്തെ ചേച്ചി വീണ്ടും പായസം കൊണ്ട് തന്നെ. ഇത് ബീഫ് കറി, പത്തിരി. ഇതൊക്കെയാണ് നമ്മുടെ സ്പെഷ്യൽ. അപ്പം ബാങ്കിന് വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ സ്പെഷ്യൽ എന്തൊക്കെയാണെന്ന് പറയാനായി.